നമസ്കാരം, ഋഷിപ്രജ്ഞം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൊല്ലവർഷം 1201 ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ശാന്താത്മ ചലചിത്ത ത്രിലോല സത്യവാക് സുഖി മാനി ധീരോ മിത്ര സഹായോ ദീർഘായുസ് അല്പപുത്രവാൻ യാമ്യേ എന്നാണ്. അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്തചിത്തരായിട്ടും ചഞ്ചല മനസ്സുള്ളവരായിട്ടും സ്ത്രീകളിൽ ആസക്തിയുള്ളവരായിട്ടും സത്യം പറയുന്നതായിട്ടും സുഖവും അഭിമാനവും ധീരതയും ബന്ധുസഹായവും ദീർഘായുസ്സും ഉള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. കൂടാതെ പുത്രന്മാർ കുറഞ്ഞിരിക്കുമെന്നും പറയുന്നുണ്ട്. സന്താന ഭാഗ്യമൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇരുവരുടെയും യോഗത്തെ ഒന്നിച്ചാണ് കാണേണ്ടത്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 4-ലേക്കും ഇടയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴത്തിനും ശനിക്കുമൊക്കെ വക്രാവസ്ഥയുണ്ടാകും. 7 ശനിക്കാലമാണ്. തൊഴിൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ പഴയ സ്ഥിതി അതേപോലെ തുടരാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകാനോ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വലിയ പരിവർത്തനങ്ങൾക്ക് പുതുവർഷം ഭരണി നക്ഷത്രക്കാർക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം വളരെയധികം മാറ്റങ്ങൾ വരുത്താനോ പുതിയ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനോ റിസ്ക് എടുക്കാനോ പോകാതിരിക്കുക. അത് വലിയ ദോഷങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയേക്കാം. രാഹു 11-ലുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. നല്ലതല്ലാത്ത മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. മൂല്യങ്ങളിലൊക്കെ വിശ്വാസം കുറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഭോഗസുഖങ്ങളിൽ താല്പര്യവും ലഭ്യതയും ഉണ്ടാകാം. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും എന്നാൽ അത് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഒക്കെ സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം അർഹതയ്ക്ക് അനുസരിച്ചല്ലാത്ത എന്തെങ്കിലും കുറവുകളുള്ള തൊഴിൽ ലാഭവും ഉണ്ടാകാം. അന്യദേശത്ത് കഴിയേണ്ട സാഹചര്യങ്ങളും വരാം. പ്രൈവറ്റ് വിഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അധികാരം കൈവരുന്നതാണ്. പുതിയ പദവികളും അങ്ങനെയുള്ളവരെ തേടിയെത്തിയേക്കാം. കടബാധ്യതയൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ ഭരണി നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർ വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉഴപ്പു വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. 7 ശനിക്കാലമാണ്. മനസ്സിനെ പാകപ്പെടുത്തി നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കാലം ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.